SSC റെയിൽവേ പരീക്ഷയ്ക്കുള്ള GKയുടെ ഹിസ്റ്ററിൻ്റെ സീരീസാണ്. അവസാനം മഹാജനപദാസാണ് പറഞ്ഞത്. ഒരു 6 വീഡിയോസ് ഓൾറെഡി കംപ്ലീറ്റഡ് ആണ്. അടുത്ത 7ാമത്തെ വീഡിയോ മഗധ എംപയർ. കഴിഞ്ഞ വീഡിയോയിൽ അവസാനം മഹാജനപദാസ് അതിൻ്റെ ക്യാപിറ്റൽസ് ഒക്കെയാണ് പറഞ്ഞത്. ഈ വീഡിയോയിൽ ഇവിടുന്ന് അവസാനം പ്രധാനപ്പെട്ട 16 മഹാജനപദങ്ങളിൽ ഏറ്റവും പ്രോമിനൻ്റായിട്ട് ഒരു മഹാജനപദം ഉയർന്നു വന്നത് മഗധ എംപയറാണ്. അതിനെ പറ്റിയിട്ടാണ് ഇവിടെ നോക്കുന്നത്. ആദ്യം മഗധയെ പറ്റി പറയുന്നതിന് മുമ്പ് എന്തുകൊണ്ടായിരിക്കും മഗധ, റൈസ് ഓഫ് മഗധയുടെ റീസൺസ്. ഏറ്റവും ആദ്യം പറയുന്നത് അഡ്വാൻറ്റേജസ് പൊസിഷൻ. അത് എന്താണെന്ന് നോക്കാം ആദ്യം. അതിൻ്റെ കൂടെ അഡ്വാൻറ്റേജസ് പൊസിഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ഇന്ത്യനെ മറ്റൊരു രാജ്യത്തിന് അറ്റാക്ക് ചെയ്യണമെങ്കിൽ അതിൻ്റെ ക്യാപിറ്റൽ ഡൽഹി ആയിരിക്കണം അറ്റാക്ക് ചെയ്ത് കീഴ്പ്പെടുത്തേണ്ടത്. അപ്പോൾ അതുപോലെ തന്നെ ഈ അമേരിക്കയിലൊക്കെ കഴിഞ്ഞ പ്രസിഡൻഷ്യൽ ഇലക്ഷൻ കഴിഞ്ഞിട്ട് പ്രശ്നങ്ങൾ നടന്നത് ഇവിടെ ക്യാപിറ്റലിലായിരുന്നു. എല്ലാ രാജ്യത്തും അങ്ങനെ ആയിരിക്കും. ബംഗ്ലാദേശിലാണെങ്കിലും അവരുടെ ക്യാപിറ്റലാണ് ആദ്യം കൂപ്പിൻ്റെ ഭാഗമായിട്ട് അടിച്ചു തകർക്കുന്നത്. അപ്പോൾ അതുപോലെ അവിടുത്തെ ക്യാപിറ്റൽ വളരെ ഇമ്പോർട്ടൻ്റ്. മഗധനെ സംബന്ധിച്ചിട്ട് ആദ്യത്തെ മഗധേൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് രാജഗൃഹയാണ്. അപ്പോൾ ഇവിടെ എഴുതിയിട്ടുണ്ട് രാജഗൃഹ ഈസ് സറൗണ്ടഡ് ബൈ 5 ഹിൽസ്. അതുപോലെ അതിന് ശേഷം ലേറ്റർ സ്റ്റേജിൽ ക്യാപിറ്റൽ പാട്ന അഥവാ പാട്ലിപുത്രയിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നു. പാട്ലിപുത്രക്കും ജോഗ്രഫിക്കലായിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു. ഇത് ഗംഗ, സോൺ നദി, ഈ 2 നദികളുടെ കോൺഫ്ലുവൻസ് എന്ന് പറഞ്ഞാൽ കണ്ടുമുട്ടുന്നത്, അതിനടുത്താണ് പാട്ലിപുത്ര സ്ഥിതി ചെയ്യുന്നത്. മൂന്നാമത്തത് ഈ 2 പോയിന്റുകൾ ഒന്ന് മാപ്പ് വെച്ച് നോക്കാം. അത് ഈ ഫിഗറിൽ കാണുന്നത് ക്ലാരിറ്റി കുറവാണ്. ഈ ഫിഗറിൽ കാണുന്നത് രാജ്ഗിർ അഥവാ രാജഗൃഹേൻ്റെ ഒരു ഫിഗറാണ്. ഈ കാണുന്ന ഇതാണ് രാജ്ഗിർ എന്ന് പറയുന്നത്. അപ്പോൾ 1, 2, 3, 4, 5 ഇങ്ങനെ 4 ഹിൽസിന് ചുറ്റപ്പെട്ട ഒരു സ്ഥലമാണ് ഈ രാജഗൃഹ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് ഒരു അറ്റാക്ക് പെട്ടെന്ന് ഈ ക്യാപിറ്റൽ കീഴ്പ്പെടുത്താൻ സാധിക്കില്ല. അപ്പോൾ ഈ 5 ഹിൽസിനാൽ സറൗണ്ട് ചെയ്യപ്പെട്ടതാണ് രാജഗൃഹ. അടുത്ത് നോക്കുന്നതാണെങ്കിൽ പിന്നെ ഇതാണ് ഗംഗാനദി. ഈ ഗംഗാനദിയിലേക്ക് ഈ ഡയറക്ഷനിൽ മേലേക്ക് വന്ന് ജോയിൻ ചെയ്യുന്ന നദിയാണ് സോൺ റിവർ. ഈ സോൺ റിവറും ഗംഗാനദിയും ചേരുന്ന ഭാഗത്തിൽ ഇതിൻ്റെ ഈ കോൺഫ്ലുവൻസ് പോയിന്റ് ഇവിടെയാണ് ഈ ബീഹാറിൻ്റെ ക്യാപിറ്റലായിട്ടുള്ള പാറ്റ്ന അഥവാ പാടലിപുത്ര വരുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇവിടെ ഒരു ബാരിയർ പോലെയായി ഈ ക്യാപിറ്റലിന് ഒരു ഫോർട്ട്, ഒരു നാച്ചുറലായിട്ടുള്ളൊരു ഫോർട്ട് കിട്ടിയ പോലെയാണ് ഈ ഗംഗ സോൺ റിവർ. അപ്പോൾ അതാണ് കഴിഞ്ഞ ഇതിൽ പറഞ്ഞ റീസൺസ് ഫോർ റൈസ് ഓഫ് മഗധയിൽ ഈ ക്യാപിറ്റലിൻ്റെ അഡ്വാൻറ്റേജസ്. രാജഗൃഹ സറൗണ്ടഡ് ബൈ 5 ഹിൽസ്, പാട്ലിപുത്ര സിറ്റുവേറ്റഡ് അറ്റ് ദ കോൺഫ്ലുവൻസ് ഓഫ് ഗംഗ ആൻഡ് സോൺ. അടുത്ത പറയുന്നത് ഈ ഒരു ഏരിയയിൽ, ഇന്ത്യേൻ്റെ ഈ ഒരു ഏരിയയിൽ പിന്നെ അവൈലബിലിറ്റി ഓഫ് ലാർജ് നമ്പർ ഓഫ് എലിഫൻറ്റ്സ്. പിന്നെ അന്നേരത്തെ യുദ്ധത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് എലിഫൻറ്റ്സ്. പിന്നെ ഗ്രേറ്റ് ലീഡേഴ്സ്, സ്വാഭാവികമായിട്ട് നമ്മൾ പഠിക്കും. അതിൻ്റെ അകത്ത് ചന്ദ്രഗുപ്ത മൗര്യൻ, അശോകൻ, അപ്പോൾ അങ്ങനെ ഏൻഷ്യൻ്റ് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരുപാട് ലീഡേഴ്സ്. 5ാമത്തെ പോയിന്റ്, ഇപ്പോഴായാലും പിന്നെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ധാതുക്കൾ അഥവാ ഇരുമ്പയിരിൻ്റെയൊക്കെ സാന്നിധ്യമുള്ളത് ഈ ജാർഖണ്ഡ്, ഈ ഒരു ഏരിയയിലാണ്. അപ്പോൾ ഇവിടെ തന്നെയാണ് മഗധ എംപയർ സിറ്റുവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ മഹാജനപദങ്ങളിൽ സ്വാഭാവികമായിട്ടും ഏറ്റവും കൂടുതൽ വന്ന മാറ്റത്തിന് കാരണം അയേണിൻ്റെ കണ്ടുപിടുത്തം. അപ്പോൾ ഈ അയേൺ ഏറ്റവും കൂടുതൽ മൈൻസ് കാണപ്പെടുന്നത് ജാർഖണ്ഡ് റീജിയനിലാണ്. അപ്പോൾ ഇതൊക്കെയാണ് മഗധയെ റൈസിന് കാരണമാകുന്നത്. അടുത്ത മഗധ എംപയറിനെ പറ്റി പഠിക്കുന്നത് ഈ മഗധ എന്ന് പറയുന്ന ഈ ഒരു സ്ഥലം ക്യാപിറ്റൽ ആയിക്കൊണ്ട് ഒരുപാട് ഡൈനാസ്റ്റികൾ ഭരിച്ചിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഡൈനാസ്റ്റികൾ ഭരിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന സ്ഥലത്തിന് കുറേ കാലം കോൺഗ്രസ് ഭരിച്ചു, ഇപ്പം NDA BJP ഭരിക്കുന്നു. അപ്പോൾ ഒരേ സ്ഥലം ക്യാപിറ്റൽ ആയിക്കൊണ്ട് വേറെ ഫാമിലി അല്ലെങ്കിൽ വേറെ ഡൈനാസ്റ്റികൾ ഭരണം നടത്തുന്നത്. അപ്പോൾ അതിൽ ആദ്യത്തേതാണ് ഹരിയങ്ക ഡൈനാസ്റ്റി എന്ന് പറയുന്നത്. അപ്പോൾ ജസ്റ്റ് ഓരോന്നും വൈസ് പഠിക്കാതെ എല്ലാത്തിനും ഏതൊക്കെ ഡൈനാസ്റ്റി ഉണ്ടെന്ന് റഫായിട്ടൊന്ന് നോക്കാം ആദ്യം.
ഈ കാണുന്ന 6 ഡൈനാസ്റ്റികളാണ് പ്രധാനമായിട്ടും മഗധേനെ ബേസ് ചെയ്തുകൊണ്ട് ഭരിക്കുന്നത്. ഇത് നമ്മൾ ഇപ്പോൾ ആദ്യം പറയാൻ പോകുന്ന ഹര്യങ്ക ഡൈനാസ്റ്റി. അതിന് ശേഷം ഹര്യങ്ക ഡൈനാസ്റ്റിയുടെ അവസാനത്തെ റൂളറെ ഒന്നുകിൽ റീപ്ലേസ് ചെയ്തോ അല്ലെങ്കിൽ കൊല നിർത്തിയിട്ടോ അടുത്ത ഡൈനാസ്റ്റി വരും, ശിശുനാഗ ഡൈനാസ്റ്റി. പിന്നെ നന്ദ ഡൈനാസ്റ്റി, ഏറ്റവും 4ാമത് വരുന്ന മൗര്യൻ എംപയർ. ഇതാണ് ഏറ്റവും SSC പോയിന്റിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അടുത്തത് ശുംഗ, പിന്നെ കണ്വ. ബാക്കിയുള്ളതൊക്കെ ചെറിയ പോയിന്റ് ആയിരിക്കും. മൗര്യൻ എംപയറാണ് വലുത്. അപ്പോൾ ഈ ഓർഡർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്വസ്റ്റ്യനിൽ എപ്പോഴും ചോദിക്കും ഇങ്ങനെയായിരിക്കും, മൗര്യാസിനെ റീപ്ലേസ് ചെയ്തത് ആരാണ്? അപ്പോൾ ശുംഗ. ഇനി നന്ദാസിന് ആരെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് മഗധ ഭരണം നടത്തിയത്? ശിശുനാഗാസ്. അപ്പോൾ ഈ ഓർഡർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെയൊക്കെ ഫസ്റ്റ് ടേംസ് ഹ, ഹര്യങ്കേൻ്റെ ഹ, ശിശുനാഗക്ക് SI, നന്ദ MA, SU, ശുംഗ, കണ്വ. അപ്പോൾ ഇവിടുന്ന് ഇതൊരു കോഡാണ്, ഹസീന മസൂക്ക. അതായത് ഹര്യങ്ക, ശിശുനാഗ, നന്ദ, മൗര്യ, ശുംഗ, കണ്വ. ഈ കോഡ് ഓർമ്മിച്ച് കഴിഞ്ഞാൽ ഹസീന മസൂക്ക എന്ന് ഓർമ്മിച്ച് കഴിഞ്ഞാൽ മഗധ എംപയറിൻ്റെ മുഴുവൻ കോഡുമായി. ഇതിൽ എന്തായാലും ഒരു ക്വസ്റ്റ്യൻ ചിലപ്പം ചോദിക്കും, ഈ ആരെ റീപ്ലേസ് ചെയ്തിട്ടാണ് വന്നത്, ആർക്ക് ശേഷമാണ് ആര് വന്നതെന്നിരുന്നത്. അപ്പോൾ കൃത്യമായിട്ടുള്ള ഒരു ഐഡിയ കിട്ടും. ഹസീന മസൂക്ക. അപ്പോൾ ആദ്യം നോക്കാൻ പോകുന്നത് ഹര്യങ്ക ഡൈനാസ്റ്റി. അതും ഹര്യങ്ക ഡൈനാസ്റ്റി. ഹര്യങ്ക ഡൈനാസ്റ്റിൻ്റെ ഫൗണ്ടർ അഥവാ ആദ്യത്തെ റൂളർ എന്ന് പറയുന്നത് ബിംബിസാരിയാണ്. ബിംബി. ആദ്യം തന്നെ നമ്മൾ മഹാജനപദ നോക്കിയ സമയത്ത് മഗധക്ക് ചുറ്റുമുള്ള പ്രധാനപ്പെട്ട മഗധക്ക് ചുറ്റും ഒരുപാട് മഹാജനപദങ്ങളുണ്ടാവും. അപ്പോൾ ഇതിലൊക്കെ കീഴ്പ്പെടുത്തി പലതരത്തിൽ. ഒന്നുകിൽ ഫിസിക്കലി യുദ്ധം ചെയ്ത് കീഴ്പ്പെടുത്തി, അല്ലെങ്കിൽ മാട്രിമോണിയൽ അലയൻസ്. അതായത് ഹര്യങ്ക ഡൈനാസ്റ്റിയിൽ, അതായത് മഗധ എംപയറിലെ രാജാവും മറ്റ് മഹാജനപദത്തിലെ ഏതെങ്കിലും ഒരാളുമായിട്ട് വിവാഹം ചെയ്തുകൊണ്ട് അങ്ങനെയുള്ള ഒരു അലയൻസ്. അങ്ങനെ പലതരത്തിലാണ് ഈ മഗധ എംപയർ വലുതാവുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ശക്തി വലുതാക്കുന്നത്. അപ്പോൾ ഏറ്റവും ആദ്യം പറയുന്നത് അങ്ക എന്ന് പറയുന്നത് ഈ മഹാജനപദാസിൽ ഇങ്ങനെ മഹാജനപദാസ് നോക്കിയപ്പം ഇതിൽ ഏറ്റവും അറ്റത്തുണ്ടായ മഹാജനപദയാണ് അങ്ക. അപ്പോൾ അങ്ക യുദ്ധം ചെയ്തുകൊണ്ട് കോൺക്വസ്റ്റ് വഴി കീഴ്പ്പെടുത്തി. അപ്പോൾ ആദ്യത്തെ അങ്ക കീഴ്പ്പെടുത്തി. പിന്നെ ഡിപ്ലോമാറ്റിക്കലി എന്ന് പറഞ്ഞാൽ യുദ്ധമില്ലാതെ. അപ്പോൾ പണ്ടത്തെ ഡിപ്ലോമാറ്റിക് എന്ന് പറയുന്നത് മെയിനായിട്ട് എന്താണ്, രാജാവിൻ്റെ മകളെ മറ്റൊരു രാജ്യത്തെ യുവരാജാവുമായിട്ട് കല്യാണം കഴിച്ചു കൊടുക്കും. അപ്പോൾ അങ്ങനെ 3 കല്യാണം ആര് നടത്തി? ബിംബിസാര നടത്തി. 3 വൈഫ്സ്. ആദ്യം പറയുന്നത് കോസല. ഇത് കോസലയാണ്. കോസലയിലെ രാജാവിൻ്റെ മകൻ പ്രസഞ്ജിത്തിൻ്റെ സിസ്റ്ററിയും ബിംബിസാര കല്യാണം കഴിച്ചു. പിന്നെ ലിച്ചവി എന്ന് പറയുന്നത് വജ്ജിയിലെ പ്രധാനപ്പെട്ട 8 ക്ലാനുകളെ പറ്റി ഒന്നാണ് ലിച്ചവി. അതായത് വജ്ജി ഇവിടെ വരുന്നത്. പിന്നെ കോസല. ഇതിലെ രണ്ടിലെയും അലയൻസ് വഴി ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അടുത്ത ഭരണം നടത്താൻ പോകുന്നത് ഈ ഹര്യങ്ക ഡൈനാസ്റ്റി ബിംബിസാരയിൽ ചെല്ലാനൊക്കെ ഉണ്ടാകുന്ന മകനാണ്. അപ്പോൾ ചെല്ലാന ഒരു ലിച്ചവി ക്ലൈനിലെ ക്യൂനാണ്. അടുത്തത് ഈ പഞ്ചാബ് ഭാഗത്ത്, ഇപ്പുറത്തെ പഞ്ചാബ് ഭാഗത്തുള്ള ചെറിയൊരു ഡൈനാസ്റ്റി മദ്ര എന്ന് പറയുന്നത്. മദ്ര ക്ലാനുമായിട്ടും മാട്രിമോണിയൽ അലയൻസ്. പിന്നെ അടുത്തത് സെൻഡ് ഹിസ് ഫിസിഷ്യൻ ജീവക ടു പ്രദ്യോത്. ഉജ്ജയിനിലെ ഒരു രാജാവാണ് പ്രദ്യോത്. ആ സമയത്ത് ഈ ജോണ്ടിസ് എന്ന് പറയുന്ന അസുഖം, മഞ്ഞപ്പിത്തം ഇന്നത്തേനെക്കാട്ടിയും ഭയങ്കര ഭീകരമാണ്. മഞ്ഞപ്പിത്തം വന്നു കഴിഞ്ഞാൽ രാജാവ് മരിക്കും. അപ്പോൾ അതിനെ ചികിത്സിക്കാനുള്ള ആൾക്കാർ ഈ ഉജ്ജയിൻ എന്ന് പറയുന്നത് അവന്തി, അതായത് നമ്മൾ മധ്യപ്രദേശിൻ്റെ ഭാഗത്ത് കണ്ട ഒരു പ്രധാനപ്പെട്ട മഹാജനപദമാണ്. ഉജ്ജയിനിലെ രാജാവിന് ജോണ്ടിസ് വന്നപ്പോൾ ചികിത്സിക്കാൻ വേണ്ടിയിട്ട് ഈ ജീവക എന്ന് പറയുന്ന ഒരു ഡോക്ടർ ഈ മഗധയിലെ രാജാവിൻ്റെ കീഴിലായുള്ളത്, അയാളെ ഇങ്ങോട്ടേക്ക് പറഞ്ഞയച്ചു. അപ്പോൾ അതുവഴി നല്ലൊരു ബന്ധമുണ്ടായി. അപ്പോൾ ഇതാണ് മഗധ. ഈ മഗധ നമ്മളിപ്പോൾ ആദ്യം പറഞ്ഞത് ഈ അങ്കയെ ഫിസിക്കൽ കോൺക്വസ്റ്റ് വഴി കീഴ്പ്പെടുത്തി. പിന്നെ ഈ വൈശാലി അഥവാ വൈശാലി ക്യാപിറ്റൽ വജ്ജി എന്ന് പറയുന്ന ഇവിടെയുള്ള ലിച്ചവിക്ക് ക്ലാനുമായിട്ട് മാട്രിമോണിയൽ അലയൻസ്, കോസലിയുമായിട്ട് മാട്രിമോണിയൽ അലയൻസ്. അപ്പോൾ തന്നെ ഇത് കീഴ്പ്പെടുത്തി ഇവിടെ മാട്രിമോണിയൽ അലയൻസ്. അപ്പോൾ ഈ ഭാഗത്തെ ശക്തമായിട്ടുള്ളൊരു ഡൈനാസ്റ്റി ആയിട്ട് മഗധ കഴിഞ്ഞു. പിന്നെ അടുത്ത് പറഞ്ഞത് ആ സമയത്ത് ഒരു റൈവറി നിലനിന്നിരുന്നൊരു
രണ്ട് സ്ഥലങ്ങളാണ് അവന്തിയും മഗധയും. ഈ അവന്തിയിലെ രാജാവ് പ്രദ്യോതത്തിന് മഞ്ഞപ്പിത്തം, അതായത് ജോണ്ടിസിൻ്റെ പഴയ രൂപം വന്ന സമയത്ത് ചികിത്സിക്കാനായിട്ട് ഇവിടുന്ന് ആരിങ്ങോട്ടേക്ക് അയച്ചു? പിന്നെ ജീവക എന്ന് പറയുന്ന ഫിസിഷ്യൻ അഥവാ ഡോക്ടറെ ഇങ്ങോട്ടേക്ക് അയച്ചു. അപ്പോൾ എന്താ, ഇത് തമ്മിൽ നല്ല റിലേഷനായി. അപ്പോൾ ഇതാണ് ബിംബിസാരയുടെ കാലത്ത് നടന്ന പ്രധാനപ്പെട്ട എക്സ്പാൻഷൻ. അടുത്തത് ബിംബിസാരയ്ക്ക് ശേഷം, അപ്പോൾ ഈ ടൈം പീരീഡ് ഏകദേശം നോക്കണം 6th സെഞ്ചുറി എന്നാണ് ഓർമ്മിക്കേണ്ടത്. 6th സെഞ്ചുറിയിലാണ് മഗധയുടെ ഹിസ്റ്ററി തുടങ്ങുന്നത്, അതായത് 6th സെഞ്ചുറി BC. അടുത്തത് ബിംബിസാരയ്ക്ക് ശേഷം ഈ നേരത്തെ പറഞ്ഞു ചെല്ലാനയിലെ ലിച്ചവി ക്ലൈനിലെ സൺ ഓഫ് ചെല്ലന എന്ന് പറഞ്ഞാൽ ലിച്ചവി ക്ലൈനിലെ രാജ്ഞിയാണ്. അതാണ് അടുത്ത ആളാണ് അജാതശത്രു. ഈ പേര് ബുദ്ധിസം പഠിക്കുമ്പോൾ കേട്ടിട്ടുണ്ടാവും, അജാതശത്രു. അപ്പോൾ ആദ്യം തന്നെ ലിച്ചവിയെ കോൺകേഡ് ചെയ്തു. പിന്നെ കോസലയിലും ഒരു മാരേജ് അലയൻസ് വഴി സ്ഥാപിച്ചതാണ്, അവിടെയും ഡിഫീറ്റഡ് ചെയ്തു. പിന്നെ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അജാതശത്രുവിനെ പറയുന്നത് ഫസ്റ്റ് ബുദ്ധിസ്റ്റ് കൗൺസിൽ നടത്തിയത് അജാതശത്രു. അതായത് ഈ നേരത്തെ പറഞ്ഞ ബിംബിസാര എന്ന് പറയുന്നത് ഈ ബുദ്ധനും അതുപോലെ മഹാവീരനും, ബുദ്ധിസത്തിലെ ബുദ്ധനും ജൈനിസത്തിലെ മഹാവീരനും ഒക്കെ കണ്ടംപററി ആയിട്ടുള്ള ആളാണ്. ഇതും ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കലുണ്ട്. ബുദ്ധനും മഹാവീരനും ഒക്കെ കണ്ടംപററി ആയിട്ടില്ല മഗധയിലെ രാജാവാരാണ്. ഒന്നിക്കൽ ബിംബിസാര എന്നുണ്ടാവും, അല്ലെങ്കിൽ ബിംബിസാരൻ്റെ മകനായിട്ടുള്ള അജാതശത്രു. അപ്പോൾ ബുദ്ധൻ മരിച്ച ശേഷം ആണ് 483 അതായത് BC 483 ഫസ്റ്റ് ബുദ്ധിസ്റ്റ് കൗൺസിൽ നടത്തുന്നത് ബിംബിസാരയുടെ മകനായിട്ടുള്ള അജാതശത്രുവാണ്. പിന്നെ ആ സമയത്ത് ഇതൊരു വളരെ നോർമലാണ്, കിൽഡ് ഫാദർ ബിംബിസാര. അപ്പോൾ ഇവിടെയുള്ള കോൺക്വസ്റ്റുകൾ ഒന്ന് ലിച്ചവിയും ഒന്ന് കോസല ജനപതിയും. പിന്നെ അടുത്ത പറയുന്നത് വൈശാലി അഥവാ വജ്ജിനെ കോൺകർ ചെയ്യുന്നത് ഇത്തരത്തിലുള്ള വാർ എൻജിൻസ്, കാറ്റപ്പിൾസ്, നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഈ ടൈപ്പ്. ഇത് തുടങ്ങുന്നത് ആ സമയത്ത് അജാതശത്രു. പിന്നെ അടുത്തത് പറയുന്നത് അജാതശത്രുവിൻ്റെ മകനായിട്ടുള്ള ഉദയനിൽ ഒറ്റ പോയിന്റ് ഓർമ്മിക്കാനായിട്ടും, ആദ്യം നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2 ക്യാപിറ്റൽസ് മഗധക്കുണ്ട്, രാജഗൃഹിയും പാട്ലിപുത്രയും. അപ്പോൾ ഈ ഒരു കൺവേർഷൻ, ഈ രാജഗൃഹേൻ്റെ ക്യാപിറ്റൽ പാട്ലിപുത്രയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത് ഉദയനാണ്. അപ്പോൾ 3 ആളെ പേര് മെയിനായിട്ട് ഹര്യങ്ക ഡൈനാസ്റ്റിയിൽ പഠിക്കാനുണ്ട്. ഒന്ന് ഫൗണ്ടർ ബിംബിസാര, അടുത്തത് ബിംബിസാരയുടെ മകൻ അജാതശത്രു, പിന്നെ ഉദയൻ. അപ്പോൾ ഉദയന് ശേഷം കുറച്ച് രാജാക്കന്മാരുണ്ടാവും, പക്ഷെ അതത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ഉദയൻ്റെ ഇമ്പോർട്ടൻ്റ് ഒറ്റ പോയിൻ്റേയിലും ക്യാപിറ്റൽ രാജഗൃഹയിൽ നിന്ന് എവിടത്തേക്ക് മാറ്റി? പാട്ലിപുത്രയിലേക്ക് മാറ്റി. അടുത്ത രണ്ടാമത്തത് ഹര്യങ്ക ഡൈനാസ്റ്റിയെ റീപ്ലേസ് ചെയ്തുകൊണ്ട് അടുത്തത് ശിശുനാഗ ഡൈനാസ്റ്റി വന്നു. ശിശുനാഗ ഡൈനാസ്റ്റിയുടെ ശിശുനാഗ ഡൈനാസ്റ്റിൻ്റെ ഫസ്റ്റത്തെ ഫൗണ്ടർ എന്ന് പറയുന്നത് ശിശുനാഗ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ പേരിലാണ് ഡൈനാസ്റ്റി അറിയപ്പെടുന്നത്. ഇവിടുത്തെ ഒരു പോയിന്റ് ഉള്ളത്, ഈ മഗധയുടെ ഏറ്റവും വലിയ ആ സമയത്തെ റൈവർ എന്ന് പറയുന്നത് ഇങ്ങനെ ഉജ്ജയിനി ക്യാപിറ്റലാക്കിയിട്ടുള്ള ഈ അവന്തിയാണ്. ഈ അവന്തിയെ മഗധയുമായിട്ട് ചേർത്ത് വെച്ചത്, അതായത് അവന്തിയെ ഡിഫീറ്റ് ചെയ്ത് മഗധയായിട്ട് മെർജ് ചെയ്യുന്നത് ശിശുനാഗയാണ്. പിന്നെ വരുന്നത് ശിശുനാഗയുടെ മകനായിട്ടുള്ള കാലശോകനെയാണ് അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ്. ഇതും ബുദ്ധിസം പഠിക്കുമ്പോൾ നോക്കിയിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ ബുദ്ധിസ്റ്റ് കൗൺസിൽ അജാതശത്രുവിന് ശേഷം അജാതശത്രുവിന് ശേഷം ബുദ്ധിസ്റ്റ് കൗൺസിൽ നടത്തിയത് കാലശോകയാണ്. കാലശോകനെ സെക്കൻഡ് ബുദ്ധിസ്റ്റ് കൗൺസിൽ നടത്തുന്നത് 383. ഈ 2 പോയിന്റ്. ഇതിന് ശേഷം ഒരുപാട് ആൾ വന്നു, പിന്നെ ഇവരെ റീപ്ലേസ് ചെയ്തുകൊണ്ട് നന്ദ ഡൈനാസ്റ്റി വന്നു. SSCയിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വെച്ചിട്ടാണ് ഹിന്ദിക്കാരെ PDF ഇവരെ പ്രധാനപ്പെട്ട ആൾക്കാരെ മാത്രം കൊടുക്കുന്നത്. UPSCക്കാരിപ്പം ഹര്യങ്കക്ക് മുമ്പും ഈ പ്രദ്യോത എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വേറെ ഡൈനാസ്റ്റിനെ പറ്റിയിട്ടും പഠിക്കുന്നുണ്ട്. SSCയിൽ ഇത്രയും പോയിൻറ്റ്സ്, ഇത്രയും ആൾക്കാരെ പറ്റിയിട്ട് ആവശ്യമുള്ളൂ. ഇപ്പോൾ ശിശുനാഗ എന്ന് പറയുന്നത് ഹര്യങ്ക ഡൈനാസ്റ്റിയെ റീപ്ലേസ് ചെയ്തു, അവന്തി ഡിഫീറ്റ് ചെയ്തു, മഗധയായിട്ട് മെർജ് ചെയ്തു. ശിശുനാഗയുടെ മകൻ കാലശോക സെക്കൻഡ് ബുദ്ധിസ്റ്റ് കൗൺസിൽ നടത്തി. ഇവരെ റീപ്ലേസ് ചെയ്തുകൊണ്ട് അടുത്തത് നന്ദ ഡൈനാസ്റ്റി.
നന്ദ ഡൈനാസ്റ്റി എന്ന് പറയുന്നത് ആദ്യത്തെ ഫൗണ്ടർ മഹാപത്മനന്ദ. അപ്പോൾ ഇത്രയും സമയം പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്ഷത്രിയാസാണ് ഇവരൊക്കെ പറഞ്ഞതെല്ലാം. അപ്പോൾ ഈ മഹാപത്മനന്ദന അപ്രൂട്ടർ ഓഫ് ക്ഷത്രിയ എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഈ ഏകരാത് എന്ന് പറയുന്നത്, ഏക് എന്ന് പറഞ്ഞാൽ വണ്ണ്, അപ്പോൾ അതായത് ഒരു രാജാവ്, ഒരു രാജാവ് അല്ലെങ്കിൽ ഓൺലി കിങ് എന്നുള്ള അർത്ഥത്തിലാണ്. അതായത് ഇപ്പോൾ ഈ സമയമാകുമ്പോഴേക്കും മഗധ അവന്തിയൊക്കെ കീഴ്പ്പെടുത്തി ശിശുനാഗേൻ്റെ സമയത്ത്. അപ്പോൾ ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു എംപയർ ആയിട്ട് രൂപപ്പെട്ടു. അപ്പോൾ ഒരു എന്താ പറയുക, ആദ്യത്തെ എംപറർ, അതായത് ഇപ്പോൾ ഈ ഒരു ഭാഗത്ത് ഒരു എംപറർ ആയിട്ട് രൂപപ്പെട്ട ആദ്യത്തത് ഈ മഹാപത്മനന്ദനെയാണ് ടൈറ്റിലായിട്ട് പറയുന്നത്. അതുകൊണ്ടാണ് ദ ഓൺലി കിങ്, വൺ കിങ് എന്നുള്ള ഉദ്ദേശത്തിൽ പറയുന്നത്. അതായത് എംപയർ ബിൽഡർ, ഒരു ഫസ്റ്റത്തെ എംപയർ എന്നില്ലേ. പിന്നെ അപ്രൂട്ടർ ഓഫ് ക്ഷത്രിയ എന്ന് പറയുന്നുണ്ട്. മഹാപത്മനന്ദക്ക് ശേഷം വരുന്നതാണ് ധനനന്ദ, അത് കുറേ ശേഷമാണ്. അപ്പോൾ ഈ ധനനന്ദേൻ്റെ സമയത്ത് ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലക്സാണ്ടർ ദ ഗ്രേറ്റ് ഇന്ത്യയിലെ ഈ ഒരു ഭാഗത്തേക്കൂടെ ഇൻവേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ എത്തിയ സമയത്ത് പോറസുമായിട്ട് അലക്സാണ്ടർ യുദ്ധം നടത്തി. ഈ അലക്സാണ്ടറിൻ്റെ ഇന്ത്യൻ ഇൻവേഷൻ സമയത്ത് മഗധ ഭരിക്കുന്ന ആളാണ് ധനനന്ദ. അപ്പോൾ ഈ ഒട്ടും ജനങ്ങൾക്ക് താല്പര്യമില്ലാത്തൊരു രാജാവാണ് ഈ ധനനന്ദ. ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട്, അലക്സാണ്ടറിൻ്റെ ഇൻവേഷനുമായി ബന്ധപ്പെട്ടിട്ട് ജനങ്ങൾക്ക് ഈ മഗധ എംപയറിൻ്റെ റൂളറുമായിട്ട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും, അപ്പോൾ അത് നന്ദ ഡൈനാസ്റ്റിയെ റീപ്ലേസ് ചെയ്യാനുള്ള ഒരു കാരണത്തിലൊന്നാണ്. അപ്പോൾ അലക്സാണ്ടർ ഇന്ത്യ ഇൻവേഡ് ചെയ്യുന്ന സമയത്തെ മഗധ എംപയർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ധനനന്ദ. അടുത്തത് ഈ അലക്സാണ്ടർ എന്ന് പറയുന്നത് ഒരു ഗ്രീക്ക്, അതായത് ഈ ഗ്രീക്കിലുള്ള ഒരു രാജാവ്. അപ്പോൾ അലക്സാണ്ടർ ഈ സെൻട്രൽ ഏഷ്യയും അതുപോലെ അതിന് ശേഷം ഇങ്ങോട്ട് വരുന്ന പേർഷ്യ, സെൻട്രൽ ഏഷ്യയൊക്കെ കടന്നിട്ട് അവസാനം നമ്മൾ ഈ ഇറാനൊക്കെ വരുന്നത്. അതിന് ശേഷമാണ് ഈ 326 ഇന്ത്യയിലേക്ക് കടക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ഇവിടെ നന്ദയാന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ എത്തുന്നതിന് മുന്നേ ഇവിടെ നമ്മളെ ഹൈഡാസ്പസ് അഥവാ നമ്മുടെ ജലം റിവർ, ഇൻഡസ് റിവറിൻ്റെ ട്രിബ്യൂട്ടറി ആയിട്ടുള്ള ജലം റിവർ, ഈ ജലം റിവറിൻ്റെ ഭാഗത്ത് എത്തുമ്പോഴേക്ക് അവിടെ പോറസ് എന്ന് പറയുന്ന രാജാവാണുള്ളത്. പോറസുമായിട്ടാണ് ആദ്യം അലക്സാണ്ടർ യുദ്ധം ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സമയത്തിനെ പറ്റി പറയുന്നത് അലക്സാണ്ടറിന് ഒരു വലിയ സൈന്യം ഉണ്ടാവില്ല. ആ സൈന്യം ഒരുപാട് കാലമായിട്ട് ഈ സെൻട്രൽ ഏഷ്യയൊക്കെ യുദ്ധം ചെയ്ത് വരിക. അപ്പോൾ പോറസിൻ്റെ അവിടെ എത്തുമ്പോഴേക്ക് ഈ എലിഫൻ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഭാഗത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാറിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ മാസഡോണിയക്കാർ ഈ എലിഫൻറ്റുമായിട്ടുള്ള യുദ്ധം ശീലമില്ലാത്തതാണ്. എന്നിട്ട് പോലും ഈ പോറസിനെ അലക്സാണ്ടർ കീഴ്പ്പെടുത്തുന്നുണ്ട്. ജയിക്കുന്നത് അലക്സാണ്ടർ ആണെങ്കിൽ കൂടി ആ സമയം ആകുമ്പോഴേക്ക് ഇവരുടെ സൈന്യം, അതാണ് ഇവിടെ ഇങ്ങനെ പറഞ്ഞ് ഡിഫീറ്റഡ് ബൈ ഹിസ് ഓൺ ആർമി. അപ്പോൾ ഈ ഒരുപാട് കാലത്തെ യുദ്ധത്തിൽ മടുത്തിട്ട് ഇനി വീണ്ടും ഈസ്റ്റിലേക്ക് എക്സ്പാൻഡ് ചെയ്യാൻ. അപ്പോൾ ഇവിടെ അത്യാവശ്യം വലിയൊരു എംപയറാണ് മഗധ എന്ന് പറയുന്നത്. അപ്പോൾ ഈ വലിയൊരു സൈന്യവുമായിട്ട് ഈ ഒരുപാട് യുദ്ധം ചെയ്ത് വരുന്ന അലക്സാണ്ടറിൻ്റെ സൈന്യം ഒരു യുദ്ധത്തിന് വിസമ്മതിച്ചു. അതായത് അവർക്ക് താല്പര്യമില്ല അടുത്തൊരു യുദ്ധത്തിലേക്ക് ഡയറക്റ്റ് പോകാൻ. അപ്പോൾ അങ്ങനെയാണ് ഇവിടെ തിരിച്ചു പോകുന്നത്. അലക്സാണ്ടർ മഗധ യുദ്ധം ചെയ്യാതെ തിരിച്ചു പോകുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ഈ സമയത്തുള്ളതാണ് ഈ ധനനന്ദ. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്, ഏത് നദിയുടെ കരയിലാണ് പോറസുമായിട്ടുള്ള യുദ്ധം? ജലം നദിയിൽ. ഈ ജലത്തിൻ്റെ നമ്മളെ പേര് വിദാസ്ത, അത് ഗ്രീക്കുകാർ വിളിക്കുന്ന പേരാണ് ഹൈഡസ്പസ്. അപ്പോൾ അതുകൊണ്ട് ആ ബാറ്റിലിനെ വിളിക്കുന്നത് ബാറ്റിൽ ഓഫ് ഹൈഡസ്പസ്. അലക്സാണ്ടറും പോറസും തമ്മിലായിരുന്നു. അവസാനം ജയിച്ചത് അലക്സാണ്ടർ ആണെങ്കിലും ആ സ്ഥലം, ആ യുദ്ധത്തിലെ വീര്യം കണ്ടിട്ട് അവസാനം ആ സ്ഥലം വിട്ടുകൊടുത്തിട്ട് അലക്സാണ്ടർ തിരിച്ചുപോയി. ഈ പോകുന്ന പോക്കിലാണ് അലക്സാണ്ടർ അദ്ദേഹത്തിൻ്റെ ഹോംലാൻഡ് എത്തുന്നതിന് മുമ്പ് ബാബിലോണിയയിൽ വെച്ചിട്ട് മരണപ്പെടുന്നു. അപ്പോൾ ഈ ഇയർ ഇമ്പോർട്ടൻ്റ് ആണ്. അലക്സാണ്ടറിൻ്റെ യുദ്ധം നടക്കുന്ന ഇയർ 326 BC. അവിടുത്തെ കണ്ടംപററി ആയിട്ടുള്ള റൂളർ നന്ദ ഡൈനാസ്റ്റി, അതിൽ ധനനന്ദ. അടുത്തതാണ്, അപ്പോൾ ഇതുവരെയുള്ള പ്രധാനപ്പെട്ട ഹര്യങ്ക ഡൈനാസ്റ്റി പറഞ്ഞു, അതിനുശേഷം ശിശുനാഗ പറഞ്ഞു, നന്ദ പറഞ്ഞു. ഇനി വരാൻ പോകുന്നത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ് മൗര്യ ഡൈനാസ്റ്റി. അപ്പോൾ ഇതിന് മുമ്പുള്ള കാര്യങ്ങൾ ഒരു സെറ്റായിട്ട് പഠിക്കുക. പിന്നെ മൗര്യക്ക് ശേഷം വരുന്ന ഹസീന, മസൂക്ക, ശുംഗ, കണ്വ, ഇതിനെ പോസ്റ്റ്, ഇവിടുന്ന് അങ്ങോട്ടേക്കുള്ളതിന് പോസ്റ്റ് മൗര്യൻ ഡൈനാസ്റ്റീസ് എന്ന് സ്പെഷ്യലായിട്ട് നോക്കുക.
അപ്പോൾ ആദ്യം മൗര്യക്ക് മുമ്പുള്ള ഹരിയങ്കേനെ പറ്റി നോക്കി. ഇനി അടുത്തത് മൗര്യാസ്. മൗര്യാസ് വരുന്നത് ഇത് സെപ്പറേറ്റ് ആയിട്ട് നോക്കാനുള്ള ആദ്യത്തെ റൂളറാണ് ചന്ദ്രഗുപ്ത മൗര്യ. ഇനി മൗര്യാസ് നോക്കുന്നതിന് മുന്നേ ആ സമയത്തെ കുറച്ച് കാര്യങ്ങൾ. മഗധ എംപയറിൽ സൊസൈറ്റി ഏത് രീതിയിലായിരുന്നു? ആദ്യം പോട്ടറി എന്ന് പറയുന്നത് ആ കാലത്തെ സൊസൈറ്റീനെ റെപ്രസെൻ്റ് ചെയ്യുന്നതായിരുന്നു ഈ പോട്ടറി എന്ന് പറയുന്നത്. അപ്പോൾ പോട്ടറിൻ്റെ ഒരു ഹിസ്റ്ററിയാണ് ഇവിടെ ജസ്റ്റ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ ലിത്തിക്ക് എന്ന് പറഞ്ഞാൽ കല്ല്, സ്റ്റോൺ ഏജ്. അപ്പോൾ അതിൻ്റെ നിയോലിത്തിക് സ്റ്റേജിൽ ആദ്യം പറഞ്ഞിരുന്നത് കോർഡ് ഇംപ്രസ്ഡ്, അതായത് ഒരു വരയിടുന്നത് പോലത്തെ ആ രീതിയിലുള്ള കോർഡ് ഇംപ്രസ്ഡ് പോട്ടറീസ് ആയിരുന്നു. പിന്നെ ഇൻഡസ് വാലി സിവിലൈസേഷൻ ആകുമ്പോഴേക്ക് ഓച്ചറെ കളേർഡ് പോട്ടറി ആയി. അതായത് ഇൻഡസ് വാലി സിവിലൈസേഷൻ ആകുമ്പോഴേക്ക് ഓച്ചറെ കളേർഡ് പോട്ടറി. അതിൻ്റെ കൂട്ടത്തിൽ ഈ ബ്ലാക്ക് ആൻഡ് റെഡ് വെയർ. അപ്പോൾ ഇതെന്താണ് ബ്ലാക്ക് ആൻഡ് റെഡ്, ബ്ലാക്കും റെഡും ചേർന്നത്, ബ്ലാക്ക് ആൻഡ് റെഡ്. പിന്നെ ഇൻഡസ് വാലി സിവിലൈസേഷനിൽ ഒരുപാട് മാറ്റങ്ങൾ വരുന്നു. അതിനുശേഷം വേദിക് ഏജ് വരുന്നു. വേദിക് ഏജിനെ നമ്മൾ രണ്ടായിട്ടാണ് സ്പ്ലിറ്റ് ചെയ്തത്. ഒന്ന് ഏർലി വേദിക് ഏജ്, EVA എന്ന് ഉദ്ദേശിച്ചത് ഏർലി വേദിക് ഏജ്, പിന്നെ ലേറ്റർ വേദിക് ഏജ്, അയണിൻ്റെ കണ്ടുപിടുത്തത്തിന് ശേഷം ലേറ്റർ വേദിക് ഏജ്. അപ്പോൾ ഏർലി വേദിക് ഏജിൽ ഇവിടെ പറഞ്ഞ ഈ ബ്ലാക്ക് റെഡ് വെയറിന് കൂടാ എന്ത് വന്നു? പെയിൻറ്റഡ് ഗ്രേ വെയർ. അതായത് ഇതെന്ന് പറയുന്നത് പെയിൻറ്റഡ് ഗ്രേ വെയർ, PGW എന്ന് ഉദ്ദേശിക്കുന്നത് പെയിൻറ്റഡ് ഗ്രേ വെയർ. അവിടുന്ന് ഇങ്ങോട്ടേക്കാണ് ലേറ്റർ വേദിക് പീരീഡിലേക്ക് വരുമ്പോഴാണ് ഈ പെയിൻറ്റഡ് ഗ്രേ വെയറിൻ്റെ കൂടെ നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞ ഈ നോർത്തേൺ ബ്ലാക്ക് പോളിഷ്ഡ് വെയർ, അതാണ് ഈ സമയത്തെ മഗധ എംപയറിൻ്റെ സമയത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പോട്ടറി എന്ന് ഉദ്ദേശിക്കുന്നത് ഈ കാണിക്കുന്ന നോർത്തേൺ ബ്ലാക്ക് പോളിഷ്ഡ് വെയർ ആണ്. ആ സമയത്തെ കോയിൻസിന് പറയുന്നത് സിൽവർ കോയിൻസ്, പഞ്ച്ഡ് മാർക്ക്. ആ സമയത്തെ കോയിൻ്റെ പേരാണ് ഈ കർഷപ്പനിയും നിഷ്കിയും. അപ്പോൾ ഈ ട്രേഡിന് വേണ്ടിയിട്ട് മണി ഡയറക്റ്റ്, അതായത് ആ സമയത്ത് സാധനങ്ങൾ ഉപയോഗിച്ചില്ല അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ട്രേഡ് ഉണ്ടല്ലോ, അതിന് പകരം മണീൻ്റെ യൂസ് കൃത്യമായിട്ട് വരുന്നു. ക്രാഫ്റ്റ്സ് വെർ ഹെറിഡിറ്ററി. ക്രാഫ്റ്റ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ഹെറിഡിറ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ മകന് കൊടുക്കുക. അപ്പോൾ അങ്ങനെ കൈത്തൊഴിൽ വരുന്നത്, അത്തരത്തിലുള്ള തൊഴിലുകൾ ഹെറിഡിറ്ററി ആയി. അത് മകൻ ചെയ്യുന്നു, അച്ഛൻ ചെയ്ത ജോലി മകൻ ചെയ്യുന്നു, അങ്ങനെ. അടുത്തത് അയൺ പ്ലോഷേഴ്സ്. കൃഷിയിൽ പ്ലോ ചെയ്യുന്നത് അയണുമായി ഉപയോഗിച്ചിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു? അഗ്രികൾച്ചറിൽ ആവശ്യത്തിലധികം ഉൽപ്പാദനം നടക്കാൻ തുടങ്ങി, അഗ്രികൾച്ചർ സർപ്ലസ്. അപ്പോൾ ഹാരപ്പേനെ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു അർബനൈസേഷൻ, ആദ്യത്തെ അർബനൈസേഷൻ. അപ്പോൾ അതിന് ശേഷം ഒരു പീരീഡിൽ ഈ മഗധ എംപയറിനെയാണ് സെക്കൻഡ് അർബനൈസേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. പിന്നെ അടുത്തത് അവിടുത്തെ പ്രധാനപ്പെട്ട പോസ്റ്റ്, ഇപ്പോൾ നമ്മൾ പ്രൈം മിനിസ്റ്റർ, ഫിനാൻസ് മിനിസ്റ്റർ എന്നൊക്കെ പറയുന്നത് പോലെ ആ സമയത്തെ പൊളിറ്റിയിൽ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട പോസ്റ്റുകൾ. അപ്പോൾ ഇത് എന്തായിരുന്നായിരിക്കും ക്വസ്റ്റ്യൻ വരിക. അപ്പോൾ ഭോജക എന്ന് ഉദ്ദേശിക്കുന്നത് വില്ലേജ് ഹെഡ്മാൻ. അടുത്ത ഒരു പോയിന്റ് പറയുന്നത് അവിടുത്തെ കൃഷിക്കാർ അവിടുത്തെ ടാക്സ് കൊടുക്കേണ്ടി വരും. ഇപ്പോൾ നമ്മൾ 20% ടാക്സ് എന്നൊക്കെ പറയുന്നത് പോലെ അവിടെ ഉദ്ദേശിക്കുന്നത് അവിടുന്ന് എത്രയാണോ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതിൻ്റെ 1/6, 1/6 അവിടെ ടാക്സ് ആയിട്ട് ഗവൺമെൻറ് കൊടുക്കേണ്ടത്. പിന്നെ അടുത്ത് പറയുന്നത് ഗഹപതീസ്. ഭോജക എന്ന് പറഞ്ഞ വില്ലേജ് ഹെഡ്മാൻ, ഗഹപതീസ് എന്ന് ഉദ്ദേശിക്കുന്നത് അവിടുത്തെ പെസൻസിലെ റിച്ച് ആയിട്ടുള്ളൊരു വിഭാഗം. അവർ ഏത് കാറ്റഗറിയിലായിരിക്കും? വൈശ്യാസപ്പെടുന്ന ട്രേഡേഴ്സ് പോലെ പിന്നീട് അവർ മാറി വരുന്നതാണ് റിച്ച് പെസൻസ്. അതിന് വിളിക്കുന്ന പേരാണ് ഗഹപതീസ്. അടുത്തൊരു പോയിന്റ് ബലി. ഇതൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ പിക്ക് ചെയ്യുന്ന പോയിന്റ്സ് ആണ്. ബലി എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോൾ ഇന്ന് ബലി എന്ന് ഉദ്ദേശിക്കുന്നത് മൃഗബലി എന്നൊക്കെ ഉദ്ദേശിക്കുന്നത് പോലെ. അപ്പോൾ അത് വെച്ചിട്ടും ഓർമ്മിച്ചാലും മതി. രാജാവിന് കൊടുക്കുന്ന ഓഫറിങ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്, ഇത് വോളണ്ടറി ഓഫറിംഗ് ആണ്. ബലി നൽകുന്നത് നമ്മൾ ഇഷ്ടപ്രകാരം കൊടുക്കുന്നത്, ഇതെന്തല്ല കമ്പൽസറി അല്ല. ടോൾ ടാക്സ് പെർസിസ്റ്റഡ് കളക്റ്റഡ് ബൈ ഓഫീസേഴ്സ് നോൺ ആസ് ശൗൽക്കാധ്യക്ഷ. ഇത് ഓർമ്മിച്ചാൽ ശുൽക്കാധ്യക്ഷ എന്ന് പറഞ്ഞാൽ ടാക്സ് കളക്ട് ചെയ്യുന്ന ആളാണ്. കളക്ടർ ബൈ ഓഫീസേഴ്സ് നോൺ ആസ് ശുൽക്കാധ്യക്ഷ. ടോൾ ടാക്സ് കളക്ട് ചെയ്യുന്ന ആളാണ് ശുൽക്കാധ്യക്ഷ. അടുത്ത് നോക്കാനുള്ളത് ഹര്യങ്കിയും ശിശുനാഗിയും ശേഷം നന്ദക്ക് ശേഷം വരുന്ന മൗര്യൻ എംപയറാണ്. ഇതിനു മുമ്പ് കുറച്ച് ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ പ്രാവശ്യത്തെ മഹാജനപദവുമായിട്ട് ബന്ധപ്പെട്ട ഇതൊക്കെ NCERT ക്വസ്റ്റ്യൻസ് ആണ്. ആദ്യം പറയുന്നത്
ഇപ്പോൾ ഒരു ഫസ്റ്റ് റിപ്പബ്ലിക് ഓഫ് ദ വേൾഡ് എന്ന് പറയുന്നത് വജ്ജിയാണ്. വൈശാലി ക്യാപിറ്റലായിട്ടുള്ള വജ്ജിയാണ്. അപ്പോൾ അത് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. വജ്ജി എന്ന് പറഞ്ഞാൽ 8 ക്ലാൻസ് ചേരുന്നതായിരുന്നു. അപ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലിച്ചവി ക്ലാൻ. ഫസ്റ്റ് റിപ്പബ്ലിക് ഓഫ് ദ വേൾഡ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ വൈശാലി. അപ്പോൾ മഹാജനപദങ്ങളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ചെണ്ണം മൊണാർക്കി ഒളിഗാർക്കി ആയിരുന്നു. അതായത് ഒരു കൂട്ടം ആളുകൾ ചേർന്നിട്ടായിരുന്നു ഡിസിഷൻ മേക്കിങ്. മറ്റേത് മൊണാർക്കി, അതായത് ഒറ്റ രാജാവ് ഉള്ളതായിരുന്നു. അപ്പോൾ ഈ ഒലിഗാർക്കിനെയാണ് ഇവിടെ ഈ റിപ്പബ്ലിക് എന്ന് ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് റിപ്പബ്ലിക് ഓഫ് ദ വേൾഡ് എന്ന് പറയുന്നത് വൈശാലി ബൈ ലിച്ചവി. അടുത്തൊരു ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഫാക്ടേഴ്സ് പ്ലേഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ദ ഫോർമേഷൻ ഓഫ് 16 മഹാജനപദാസ്? അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങൾ ഈ ജനപദാസ് നിന്നൊക്കെ പ്രധാനപ്പെട്ടമായിട്ട് ഈ മഹാജനപദാസിലേക്ക് വരാനുണ്ടായ കാരണം കൃത്യമായിട്ട് അയേണിൽ വന്ന മാറ്റം, അയേണിൻ്റെ യൂസിൽ വന്ന മാറ്റമാണ് ഈ യുദ്ധം ചെയ്യാനും അഥവാ ഡീഫോറസ്റ്റേഷൻ നടത്താനും ഒക്കെ സഹായിക്കുന്നത്. ഇവിടെ അതിന് പറഞ്ഞിട്ടുള്ള പോയിന്റ്, ബിക്കോസ് ഓഫ് അയേൺ വെപ്പൺസ് വാരിയർ ക്ലാസ്, അത് അതുവരെ ഈ അയേണില്ലാതിന് മുമ്പ് ഏതാണ് കോപ്പറാണ്. കോപ്പർ വെച്ചിട്ട് കൃത്യമായിട്ട് ആ രീതിയിലുള്ള ടൂൾസ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ഒരു യുദ്ധം അഥവാ യുദ്ധം ചെയ്യാനുള്ള വാരിയർ ക്ലാസ് രൂപപ്പെടുന്നത് അയേണിൻ്റെ കണ്ടുപിടുത്തത്, അയൺ വെപ്പൺസ് ഉണ്ടാവുന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് പറയുന്നത് അഗ്രികൾച്ചറിൽ വന്ന മാറ്റങ്ങൾ, സ്ലാഷ് ആൻഡ് ബേൺ ആയാലും വലിയ വലിയ ഫോറസ്റ്റ് വെട്ടി നിരത്തിയിട്ട് വേണം അത് കൃഷിസ്ഥലമാക്കി മാറ്റാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വലിയ സഹായിക്കുന്നത് അയേണിൻ്റെ ടൂൾസ് കണ്ടുപിടിക്കുമ്പോഴാണ്. അടുത്തതെന്ന് ഒരു ചോദ്യം, മഹാജനപദും അതിൻ്റെ ക്യാപിറ്റലും. ഇപ്പോൾ ചമ്പ എന്ന് പറയുന്നത് ഏതിൻ്റെ ക്യാപിറ്റലാണ്? അപ്പോൾ ഏറ്റവും ഈസ്റ്റേൺ എൻഡിലുള്ള ഒരു മഹാജനപദ എന്ന് പറയുന്നതായിരുന്നു അങ്ക. ഈ അങ്കയുടെ ക്യാപിറ്റലാണ് ചമ്പ. ഞാൻ ഓർമ്മിക്കൽ അങ്ക എന്ന് പറയുമ്പോൾ കൈ കാല് എന്നുള്ള അർത്ഥം വരും. അപ്പോൾ ചാമ്പക്ക കൈ നീട്ടി പറിച്ചു എന്നിട്ട് ഓർമ്മിച്ച് കഴിഞ്ഞാൽ ചമ്പ വാസ് ദ ക്യാപിറ്റൽ ഓഫ് അങ്ക. ഇതിൻ്റെ പോയിന്റ്, ഇറ്റ് വാസ് ദ ഈസ്റ്റർ മോസ്റ്റ് എമംഗ് ഓൾ മഹാജനപദാസ്. അപ്പോൾ ഇത് ഇന്നത്തെ ബീഹാറിൽ ഉൾക്കൊള്ളുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഈ അങ്കയുമായി ബന്ധപ്പെട്ടിട്ട് പറയുന്നത് മഗധ ഭരിച്ച ആദ്യത്തെ റൂളർ ഹര്യങ്ക ഡൈനാസ്റ്റിയിൽ ബിംബിസാര, ഫസ്റ്റത്തെ റൂളറായിട്ടുള്ള ബിംബിസാര അങ്കയെ ഫിസിക്കൽ കോൺക്വസ്റ്റിലൂടെ, അതായത് യുദ്ധം ചെയ്തിട്ടായിരുന്നു അങ്കയെ കീഴ്പ്പെടുത്തിയത്. ഡ്യൂറിങ് ദ റെയിൻ ഓഫ് ബിംബിസാര അനക്സഡ് ആൻഡ് മെയ്ഡ് പാർട്ട് ഓഫ് മഗധ. അടുത്തൊരു ക്വസ്റ്റ്യൻ, മാച്ച് ദ ഫോളോയിങ് ലിസ്റ്റ് കറക്റ്റ്ലി ആൻഡ് ചൂസ്. അതായത് മഹാജനപദവും ക്യാപിറ്റലും തമ്മിൽ മാച്ച് ചെയ്യാൻ. ആദ്യത്തത് മത്സ്യ പറഞ്ഞത് വിരാട് കോഹ്ലിൻ്റെ ശക്തിയുടെ രഹസ്യം എന്ന് പറഞ്ഞാൽ പച്ച മീൻ കഴിക്കുന്നതായിരുന്നു. അപ്പോൾ മത്സ്യമാണ് ഉദ്ദേശിക്കുന്നത് വിരാട് നഗർ. അടുത്തത് കുരു എന്ന് പറയുന്നത് നമ്മളെ വിശ്വഗുരു മോദിയുള്ള ഡൽഹി, അതായത് ഇന്ദ്രപ്രസ്ഥം. കുരു എന്ന് പറയുന്നത് ഇന്ദ്രപ്രസ്ഥമായിരുന്നു. അടുത്തത് സുരസേന. സേന എന്ന് പറയുമ്പം സേന എന്ന് പറഞ്ഞാൽ ആർമി ആയിട്ട് ഇങ്ങനെ ലൈനിൽ പോകുന്നത് ഉറുമ്പ് എവിടത്തേക്കാണ് പോകുന്നത്? പഞ്ചസാര പാത്രത്തിലേക്ക്, അതായത് മധുരം. സുരസേന എന്ന് പറയുന്നത് മധുര. അസ്മഗ് എന്ന് പറയുന്നത് ഏറ്റവും അടിയിലുണ്ടായത്, അത് പൈത്താൻ, നമ്മുടെ മഹാരാഷ്ട്രേൻ്റെ ഒക്കെ ഭാഗത്ത് വരുന്നത് പൈത്താൻ അഥവാ പോട്ടാൻ. അടുത്തൊരു ക്വസ്റ്റ്യൻ, വിച്ച് ടൈപ്പ് ഓഫ് പോട്ടറി വാസ് ദ ചീഫ് ഡിസ്റ്റിങ്റ്റീവ് ഫീച്ചർ ഓഫ് ദ ഏജ് ഓഫ് മഹാജനപദ? അപ്പോൾ ഇത് ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ നമ്മൾ ഈ വേദിക് പീരീഡിനും അതിന് ശേഷം വരുന്ന പീരീഡിലും ഒക്കെ ഓരോ പ്രധാനപ്പെട്ട ഒരു ഫീച്ചർ ഉണ്ടാവും. അപ്പോൾ അതുപോലെ ഈ മഹാജനപദാസിൻ്റെ പീരീഡിൽ ആ 16 മഹാജനപദാസായിട്ട് നിൽക്കുന്ന ആ പീരീഡിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചർ, ഡിസ്റ്റിങ്റ്റീവ് എന്ന് പറഞ്ഞാൽ വേർതിരിച്ചറിയാൻ പറ്റുന്ന ഒരു ഫീച്ചർ എന്ന് പറയുന്നത് അതിൻ്റെ പോട്രിയാണ്. അപ്പോൾ ഏതായിരുന്നു ആ പോട്രി എന്നുള്ളതാണ് ചോദിക്കുന്നത് മഹാജനപദ ടൈമിൽ. നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു നോർത്തേൺ ബ്ലാക്ക് പോളിഷ്ഡ് വെയർ, നോർത്തേൺ ബ്ലാക്ക് പോളിഷ്ഡ് വെയർ, NBPW ആണ് മഹാജനപദാസ് ടൈം സമയത്തെ ഏറ്റവും ഡിസ്റ്റിങ്റ്റീവ് ആയിട്ടുള്ളൊരു ഫീച്ചർ. അടുത്തത്, ഈ മഹാജനപദാസിൽ ടാക്സ്, ഒരു ക്രോപ്പ്, അതായത് നമ്മൾ ഉണ്ടാക്കുന്ന പ്രൊഡ്യൂസ് ചെയ്യുന്ന കാര്യങ്ങളിൽ എത്രയായിരുന്നു ടാക്സ്? കൂടെ ഒരുപാട് റേഷ്യോ കൊടുത്തിട്ടുണ്ട്. ആൻസർ 1/6. അതായത് നമ്മൾ ഉണ്ടാക്കുന്ന അരിയോ നെല്ലോ എന്താണെങ്കിലും അതിൻ്റെ 1/6 നമ്മൾ കിങ്ങിന് ടാക്സ് ആയിട്ട് കൊടുക്കണം. അടുത്ത ക്വസ്റ്റ്യൻ, സുൽക്കാധ്യക്ഷ, അതായത് ഓരോ
ഓരോ ഓഫീഷ്യൽസിൻ്റെ പേരാണ് ശുൽക്കാധ്യക്ഷ. അത് കളക്ഷൻ ഫോർ ടാക്സ് ആണ്. ദ ഒഫീഷ്യൽ ശുൽക്കാധ്യക്ഷ ഇൻ മഹാജനപദ വാസ് റെസ്പോൺസിബിൾ ഫോർ കളക്ഷൻ ഓഫ് ടാക്സ്. ഇപ്പോൾ മഹാജനപദാസുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കി. അടുത്തത് മഗധയിൽ മൗര്യാസിന് മുന്നേയുള്ള ഹര്യങ്ക, ശിശുനാഗ, നന്ദിയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ്. ആദ്യത്തത് ഹൂ അമംഗ് ദ ഫോളോയിങ് വാസ് നോട്ട് ദ കണ്ടംപററി ഓഫ് ബിംബിസാര. അതായത് ബിംബിസാര എന്ന് പറയുന്നത് ഹര്യങ്ക റൂളറിൻ്റെ ഫസ്റ്റത്തെ റൂളറാണ്. ഹര്യങ്കയുമായി ബന്ധപ്പെട്ട് ആദ്യത്തെ റൂളറായ ബിംബിസാരക്ക് കണ്ടംപററി ആയിട്ടുള്ള ആരിലാണെന്നുള്ളത്. ഒന്ന് ഗൗതമ ബുദ്ധ, ചന്ദ് പ്രദ്യോത, പ്രസഞ്ജിത്ത്. ഇവർ 3 പേരും കണ്ടംപററി ആണ്. കാർവേലവിനെ പറ്റി പറയുന്നത് ഹതികുംബ ഇൻസ്ക്രിപ്ഷനുമായി ബന്ധപ്പെട്ടിട്ടാണ്. അത് നമ്മളെ ഈ ഒഡീഷ, അതായത് കലിംഗ ഭാഗത്തെ ഉണ്ടായിരുന്നതാണ്. പിന്നെ ഈ പ്രദ്യോത എന്ന് പറയുന്നത് അവന്തിയിലെ റൂളറാണ്. അവന്തി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവന്തിയുമായിട്ട് മഗധ കണക്ഷൻ വരുന്നത് അവിടെ ഒരു ജോണ്ടിസ് വരികയും അവിടത്തേക്ക് ഫിസിഷ്യനെ മഗധയിൽ നിന്ന് അയക്കുകയും ചെയ്തതായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അടുത്തതും ഒരു ബിംബിസാരിയുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ ബിംബിസാരി ഉണ്ട്. ഇനി ചന്ദ്രഗുപ്ത മൗര്യൻ, മൗര്യ സാമ്രാജ്യത്തിൽ ചന്ദ്രഗുപ്ത മൗര്യന് ശേഷം നമ്മൾ ഒരു ബിന്ദുസാരനെ പറ്റിയിട്ടും പറയുന്നുണ്ട്. അത് ബിന്ദു, ഇത് ബിംബി. ബിംബിസാര മഗധേൻ്റെ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടി സ്വീകരിച്ച കാര്യങ്ങൾ എന്തെല്ലാം? വില്ലേജ് ഹെഡ്മാൻ വർ പെർമിറ്റഡ് ടു ഡയറക്ട്ലി സ്പീക്ക് വിത്ത് ദ കിങ്. കൺസ്ട്രക്ഷൻ ഓഫ് റോഡ്സ് ടു കണക്ട് വേരിയസ് ടൗൺസ് ആൻഡ് വില്ലേജസ്. സെൻഡ് എംബസീസ് ടു ഹിസ് കണ്ടംപററി കിങ്സ്. അടുത്ത ക്വസ്റ്റ്യൻ. ജീവക, ദ ഫേമസ് ഫിസീഷ്യൻ ഓഫ് മഹാത്മാ ബുദ്ധ, വാസ് അസോസിയേറ്റഡ് വിത്ത് ദ കോർട്ട് ഓഫ്. അപ്പോൾ ഇവിടുന്ന് ഒരു പോയിന്റ് കിട്ടി. ബുദ്ധൻ്റെ ഫിസീഷ്യനും ആരായിരുന്നു? ജീവകയായിരുന്നു. ജീവകയെ പറ്റി നേരത്തെ നോക്കിയത് ബിംബിസാരൻ്റെ കോർട്ടിൽ അവന്തിയിലേക്ക് അയച്ച ആൾ എന്നായിരുന്നു. ജീവക, ഫേമസ് ഫിസീഷ്യൻ ഓഫ് ദ ടൈം മഹാത്മാ ബുദ്ധ, വാസ് അസോസിയേറ്റഡ് വിത്ത് ദ കോർട്ട് ഓഫ് ബിംബിസാര. അപ്പോൾ ബിംബിസാരയും ബുദ്ധനും കണ്ടംപററി ആണ്. സെൻഡ് റോയൽ ഫിസീഷ്യൻ ടു ജീവക ടു ഹെൽപ്പ് അവന്തി കിൻ ചന്ദ് പ്രദ്യോത. അപ്പോൾ അതും നോക്കിയിട്ടുണ്ടായിരുന്നു. അവന്തിയിലെ അഥവാ അവന്തിൻ്റെ 2 ക്യാപിറ്റലാണ്, ഒന്ന് ഉജ്ജയിനും ഒന്ന് മഹിഷ്മതി അഥവാ മഹാസേന. അസുഖം ജോണ്ടിസ്. ദേ വർ ഫിയേഴ്സ് റൈവൽ ബട്ട് ലേറ്റർ ബിക്കം ഫ്രണ്ട്സ് നോയിങ് ദർ ലാർജർ ഇൻട്രസ്റ്റ്. അതായത് ഈ അവന്തി എന്ന് പറയുന്ന ഒരു മധ്യഭാഗത്തുള്ള ഒരു ഇതും നമ്മളെ ബീഹാർ ഭാഗത്തുള്ള മഗധിയും, ഇവർ രണ്ടും തമ്മിലായിരുന്നു പ്രധാനപ്പെട്ട റൈവറി. അടുത്തൊരു ക്വസ്റ്റ്യൻ. ഐഡൻറ്റിഫൈ ദ റൂളർ ഓഫ് മഗധ എംപയർ വിത്ത് ദ ഹെൽപ്പ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ്. അതായത് 3 സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. ഈ 3 സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് ഇത് ഏത് മഗധ റൂളറെ പറ്റിയിട്ടാണെന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഈ വന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ NCERT ബുക്കിൽ നിന്ന് വരുന്നതാണ്. NCERT ആണ് ബേസിക്കലി SSCൻ്റെ ക്വസ്റ്റ്യൻ ബാങ്ക് ഉണ്ടാക്കുന്നതിൻ്റെ സോഴ്സ്, പ്രധാനപ്പെട്ട സോഴ്സ്. ആദ്യത്തെ പോയിന്റ് ആരെയോ പറ്റിയിട്ട് പറയുന്നത്, ഹി കിൽഡ് ഹിസ് ഫാദർ ആൻഡ് സീസ്ഡ് ദ ത്രോൺ ഫോർ ഹിംസെൽഫ്. Throughout his reign, he followed the aggressive policy of expansion. Under his reign, the Magadha capital Rajgir was fortified. അപ്പോൾ ഇവിടുന്ന് ഒരു പോയിന്റ് കിട്ടി, മഗധേൻ്റെ ക്യാപിറ്റൽ രാജ്ഗിർ ആണെന്ന് മനസ്സിലായി. നമ്മൾ പഠിച്ചത് രാജ്ഗിറിനെ പാട്ലിപുത്രയിലേക്ക് മാറ്റിയ ആളെ പേര് ഉദയൻ എന്നാണ്. ഉദയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ റൂളേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ ആദ്യത്തെ ആൾ ബിംബിസാര, പിന്നെ അജാതശത്രു, അതിന് ശേഷമാണ് ഉദയൻ വരുന്നത്. അപ്പോൾ ഈ 2 പേരിൽ ഉദയന് മുമ്പാണ് രാജ്ഗിർ ക്യാപിറ്റൽ. അപ്പോൾ ഈ 2 പേരിൽ ആരെയോ പറ്റിയിട്ടാണ് പറയുന്നത്, ബിംബിസാരയാണോ അജാതശത്രു ആണോ? അപ്പോൾ ഇതിൽ പറയുന്നുണ്ട് ഹി കിൽഡ് ഹിസ് ഫാദർ ആൻഡ് സീസ്ഡ് ദ ത്രോൺ ഫോർ ഹിംസെൽഫ്. അപ്പോൾ ആരെ പറ്റിയിട്ടായിരിക്കും? അജാതശത്രുവാണ് അച്ഛനായ ബിംബിസാരയെ കൊലപ്പെടുത്തിയിട്ട് റെയിൻ ചെയ്യുന്നത്. അപ്പോൾ ആൻസർ അജാതശത്രു. അടുത്തൊരു ക്വസ്റ്റ്യൻ. ബൈ വിച്ച് റൂളർ പാടലിപുത്ര, അതായത് ഇന്നത്തെ പാറ്റ്ന, വാസ് ചൂസൺ ആസ് ദ ക്യാപിറ്റൽ ഫോർ ഫസ്റ്റ് ടൈം? ആൻസർ ഉദയൻ. പാടലിപുത്ര വാസ് ചോസൺ ആസ് ക്യാപിറ്റൽ ഫോർ ദ ഫസ്റ്റ് ടൈം അണ്ടർ ദ റെയിൻ ഓഫ് ഉദയൻ. ഉദയൻ ബിൽറ്റ് ദ ഫോർട്ട് അപ്പോൺ കോൺഫ്ലുവൻസ് ഓഫ് ഗംഗ ആൻഡ് സോൺ അറ്റ് പാട്ന. അതായത് ഗംഗാ നദി, അതിലേക്ക് വന്നു ചേരുന്ന സോൺ നദി, ഇതിൻ്റെ രണ്ടിൻ്റെയും ഈ കോൺഫ്ലുവൻസ് പോയിന്റിൽ ഇവിടെയാണ് പാട്ലിപുത്ര ഉള്ളത്. അപ്പോൾ ഹി ബിൽഡ് ദ ഫോർട്ട് അപ്പോൺ ദ കോൺഫ്ലുവൻസ് ഓഫ് ഗംഗ ആൻഡ് സോൺ അറ്റ് പാറ്റ്ന.